ഇന്ന് നമുക്കൊരു തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു കടലക്കറി റെസിപ്പിയാണ്. ഇതിനകത്ത് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല. തേങ്ങ ഒന്നും അരയ്ക്കാതെ ഇതിനകത്ത് നമ്മൾ ഈ കടലക്കറി വെക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിലുള്ള കടലക്കറി കിട്ടും. കടലക്കറി നമ്മൾ വീട്ടിൽ എപ്പോഴും സാധാരണ തയ്യാറാക്കുന്നതാണ്. ഏത് പലഹാരത്തിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കടലക്കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. കടലക്കറി വെക്കുന്നതിന് വേണ്ടി നമ്മൾ കടല വെള്ളത്തിലിട്ട് കുതിർക്കാറുണ്ട്. ഇങ്ങനെ കുതിർത്ത ഒരു കടല കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം ഒരു ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ 4 പീസായി ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഈ കടല നമുക്ക് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ 2 സ്പൂൺ മുളക് പൊടി. ഇതധികം എരിയില്ലാത്ത മുളകാണ്. എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതി. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നമുക്ക് ഇട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ കത്തിച്ചാൽ മതി. അല്ലെങ്കിൽ പൊടി ഇടുമ്പോൾ തന്നെ നമ്മൾ തീ കത്തിച്ചാൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇത് നമ്മൾ കടലക്കറിക്ക് ചേർക്കുമ്പോൾ ആ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പൊടികൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി നമ്മളെല്ലാ പൊടിയും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം. ഈ രീതിയിൽ പൊടികളൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് വറുത്തതിന് ശേഷം നമ്മൾ കടലക്കറി തയ്യാറാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കടലക്കറിക്ക്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കടലക്കറി തയ്യാറാക്കാം. കടല കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ച് കനം കുറഞ്ഞ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങളും കടലക്കറി തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ചെടുത്ത് നമുക്കിതുപോലെ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം ഒരു ഉരുളൻകിഴങ്ങ് കൂടി അതിൽ വേവിച്ച് വെച്ചിരുന്നു. ആ ഉരുളൻകിഴങ്ങ് കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ആട്ടിയെടുക്കാം. സവാള വഴറ്റിയിൽ ബാക്കിയുള്ള കടല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കടലയോട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ എണ്ണയിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ആ പൊടികൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന കടലയും ഉരുളൻകിഴങ്ങും അതിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിലുള്ള കടലക്കറി കിട്ടും. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട. ഇതുപോലെ ഒരു ഉരുളൻകിഴങ്ങും അല്പം കടലയും കൂടെ അരച്ച് ചേർത്താൽ മാത്രം മതി. ഇതുപോലെ കടലക്കറി വെച്ചിട്ടില്ലാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കടലക്കറി തയ്യാറായി. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്യണം. ഗരം മസാലപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. വറുത്ത ഗരം മസാലപ്പൊടി ഇവിടെ ഉണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഒന്ന് കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചപ്പാത്തി ആവട്ടെ, പുട്ടാവട്ടെ, അപ്പോൾ ഏത് പലഹാരത്തിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറാക്കാം.
ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ലാസ്റ്റിൽ നമുക്ക് അല്പം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാത്തവർ ഇടണ്ട. അങ്ങനെ മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കടലക്കറി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി നോക്കിയിട്ട് കൂട്ടുകാർ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.